നമസ്കാരം. ഇന്ന് നമ്മളുടെ മുസ്ലിങ്ങളെല്ലാം പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമല്ലേ. എൻ്റെ ഓർമ്മകളിലും ഉണ്ട് കേട്ടോ നല്ല പെരുന്നാൾ ദിന ഓർമ്മകൾ. ഇങ്ങനെ കൈ നിറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഇങ്ങനെ പുതിയ ഉടുപ്പ് വാങ്ങിച്ചൊക്കെ തരാൻ വേണ്ടിയിട്ട് ഞാൻ മുസ്ലിമാണോ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എനിക്കൊരു വാപ്പിച്ചി ഉമ്മച്ചിയുണ്ട്. അതായത് 16 വയസ്സിൽ വിവാഹം കഴിച്ച് വന്ന എൻ്റെ അമ്മയ്ക്ക് പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ, പ്രസവം മാത്രമല്ല ഗർഭിണിയായിരുന്ന സമയത്ത് പോലും എൻ്റെ അമ്മയ്ക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത ഒരു വാപ്പിച്ചിയുണ്ട്, ഒരു ഉമ്മച്ചിയുണ്ട്. ആലുവ ചുണങ്കംവേലി പുഷ്പനഗർ കോളനിയിൽ. ഇപ്പോൾ വാപ്പിച്ചി മരിച്ചുപോയി. അപ്പോൾ ആ ഉമ്മച്ചി എന്നെ നോക്കിയത് എൻ്റെ അമ്മ എന്നെ എങ്ങനെയാണ് നോക്കണത് അതേപോലെ. എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചിക്ക് കുട്ടികളില്ല. അപ്പോൾ ഞാൻ ജനിച്ച് ഒരു 3-4-5 മാസം കഴിഞ്ഞതിനുള്ളിൽ എൻ്റെ ആങ്ങളെ അമ്മ പ്രഗ്നൻ്റായി. അപ്പോൾ ഞാൻ ജനിക്കുന്ന സമയത്ത് എന്താ പറയുക, അപ്പോൾ മുതൽ എൻ്റെ അമ്മേനെ സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ് എൻ്റെ വാപ്പിച്ചും ഉമ്മച്ചി. അപ്പോൾ എനിക്ക് പെരുന്നാൾ വരുമ്പോൾ അവരെങ്ങനെ അവരുടെ മകളെ നോക്കിയിരുന്നു അതേപോലെ തന്നെ എന്നെ നോക്കിയിരുന്നു. എനിക്ക് അതേപോലെ സ്നേഹമായിരുന്നു. ഈ ഉമ്മച്ചിയുടെ പാല് കുടിച്ചൊക്കെ, പാലില്ലെങ്കിലും ഞാനിങ്ങനെ ഉമ്മച്ചി പറയാറുണ്ട് പാല് കുടിച്ച് ഉറങ്ങുന്നതെന്ന്. എന്നുവെച്ചാൽ എൻ്റെ അനിയൻ 7-ാം മാസത്തിലാണ് ജനിച്ചത്. അപ്പോൾ എനിക്കപ്പോൾ 11 മാസമായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഉമ്മച്ചി ഇങ്ങനെ എന്നെ നോക്കും. എൻ്റെ വാപ്പിച്ചി എനിക്ക് പുതിയ ഡ്രസ്സുകൾ വാങ്ങി തരും. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊരു കുട്ടീനെ ദത്തെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ആ കുട്ടി ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചുപോയി ജലീൽ. ഇപ്പോഴും എൻ്റെ സ്വന്തം ആങ്ങളെ എങ്ങനെയാണ് അവനെനിക്ക് അങ്ങനെ തന്നെയാണ്, അവൻ മരിച്ചു പോയിട്ടും വർഷങ്ങളായി. പക്ഷെ ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. ആ സമയത്ത് അവനും എനിക്കും വാപ്പിച്ചും ഉമ്മച്ചും കൂടി അവരുടെ പെരുന്നാളിന് കിട്ടുന്ന ഒരു നെയ്ച്ചോറ് ഇറച്ചിയില്ലേ, ഓ എന്ത് ടേസ്റ്റ്. എപ്പോഴും എനിക്കത് വായിന്ന് മാറിയിട്ടില്ല. ആ ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കൂടുതലും പോയിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ശബരിമലയിൽ കന്യായപ്പന്മാർ പോകില്ലേ, അപ്പോൾ ഒരു കഞ്ഞിയും കറിയും കിട്ടില്ലേ, അതേ ടേസ്റ്റ്. അത് ഇതുവരെയും മറക്കാൻ പറ്റാത്ത ഒരിത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഔസേ പിതാവിൻ്റെ പെരുന്നാളിന് കിട്ടുന്ന ചോറുണ്ട്. ചോറും കറിയും സാമ്പാറും അവിയലും ഇതൊക്കെ. അപ്പോൾ അതേ തീറ്റക്കാരും പറയാൻ വന്നതാണോ? തീറ്റക്കാരും പറയാൻ വന്നതല്ല കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ പെരുന്നാളുകളും ഒക്കെ വരുമ്പോഴാണല്ലോ നമ്മളുടെ പഴയ കാല ഓർമ്മകളൊക്കെ വരിക. അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ പെരുന്നാളിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ഒരു കസിനാൻറ്റി, എൻ്റെ അപ്പൻ്റെ കസിൻ സിസ്റ്റർ കല്യാണം കഴിച്ചത് മുസ്ലിമിനെയാണ്. പിന്നെ എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളയുടെ ഭാര്യ മുസ്ലിമാണ്. അപ്പം അങ്ങനെ കുറേ മുസ്ലിം പാരമ്പര്യങ്ങളുണ്ട്. അപ്പം ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്. ഒരു മതേതര കുടുംബം തന്നെയാണ് എൻ്റെ കുടുംബം. എനിക്കതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ക്രിസ്ത്യാനി മാത്രമാണെന്നോ ഹിന്ദു മാത്രമാണെന്നോ മുസ്ലിം മാത്രമാണെന്നോ അങ്ങനെയൊന്നല്ല പറയുന്നത്. ഈ 3 ജാതികളും കൂടിയതാണ് എൻ്റെ വീട്. എനിക്കതുകൊണ്ട് ഭയങ്കര മുസ്ലിങ്ങളുടെ പെരുന്നാൾ വന്നാലും ആഘോഷിക്കാൻ പറ്റും, ഹിന്ദുക്കളുടെ പെരുന്നാൾ വന്നാൽ ആഘോഷിക്കാൻ പറ്റും, ക്രിസ്ത്യാനികളുടെ പെരുന്നാൾ വന്നാൽ ആഘോഷിക്കാൻ പറ്റും. ഇതൊക്കെ കൂടിയതാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യരോട് സ്നേഹം കാണിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? അവൾ ഇന്ന രാഷ്ട്രീയത്തിലാണോ, എന്നാൽ നമ്മൾക്ക് അവളെ ഹെൽപ്പ് ചെയ്യാം, സഹായിക്കാം, അല്ലെങ്കിൽ അവനെ സഹായിക്കാം. അല്ലെങ്കിൽ അവൾ ഇന്ന ജാതിയാണോ, എന്നാൽ നമുക്ക് സഹായിക്കാം. സത്യം നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, രാഷ്ട്രീയവും മതവും പണവും എന്താ പറയുക എല്ലാം നോക്കിയിട്ടാണ് ഇപ്പം ജനങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുന്നത്. അങ്ങനെ ആവരുത് കേട്ടോ. നമുക്ക് കൊറോണ വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒരു മുസ്ലിമും ഉണ്ടായില്ല, ഒരു ക്രിസ്ത്യാനി ഉണ്ടായില്ല, ഒരു ഹിന്ദു ഉണ്ടായില്ല. നമ്മളെല്ലാവരും മനുഷ്യർ എന്ന രീതിയിൽ സ്നേഹിച്ചതാണ്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും ഒരേപോലെ സ്നേഹിച്ച് നമ്മുടെ കൂടുതൽ അവർ മാതാവിനെയാണ്, അതായത് അവരുടെ ഉമ്മയുടെ
ഉമ്മാനെയാണ് അവർ കൂടുതൽ എന്താ പറയുക, എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെയാണ് ഹിന്ദുക്കളുടെ കാര്യത്തിലും സ്ത്രീ അവർ ദേവിയായിട്ട് കാണുന്നു. അവർക്കും മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദുക്കളുടെ ഇതിൽ, ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ മാതാവിനെ തന്നെയാണ്, പരിശുദ്ധ കന്യകാമറിയത്തെ തന്നെയാണ് കൂടുതലും അവർ ഇഷ്ടപ്പെടുന്നത്, യേശുക്രിസ്തുവിനെ പോലെ തന്നെ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്? നീ മുസ്ലിമിൻ്റെ കൂടെ കൂടണ്ട, ക്രിസ്ത്യാനിയുടെ കൂടെ കൂടണ്ട, ഹിന്ദുക്കളുടെ കൂടെ കൂടണ്ട എന്നൊന്നും ഒരു മാതാപിതാക്കൾ പണ്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നേ ഇല്ല. ഇപ്പോൾ ഉള്ള തലമുറകളാണ് വളർന്നിട്ട് ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം, രാഷ്ട്രീയം ഇതൊക്കെ പറഞ്ഞ് തല്ലുപിടിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ടി വിയിൽ കണ്ടില്ലേ, വെറുതെ കുട്ടികൾ കിടന്ന് അടി കൊള്ളുക, വെറുതെ രാഷ്ട്രീയം പറഞ്ഞ് വഴക്കുണ്ടാക്കുക, അക്രമ രാഷ്ട്രീയം. അതൊന്നുമല്ല നമ്മൾക്കിനി വേണ്ടത്. നമ്മളെപ്പോഴും ഒന്നാണെന്നുള്ളൊരു ചിന്ത വേണം. നമ്മൾ പണ്ട് രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ ഇതേപോലെ വഴക്കും ഇതൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും രാഷ്ട്രീയമോ മതമോ സമ്പത്തോ ഒന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുക. രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, മതം ഉണ്ടായിക്കോട്ടെ, സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മരിച്ചു പോകുമ്പോൾ ഇല്ലേ, ആ പെട്ടിയുടെ ഉള്ളിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുന്ന കുറച്ച് പൂക്കളോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് തരുന്ന തസ്ബിയോ ജപമാലയോ ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ അമ്മയെ അടക്കുന്ന ശുശ്രൂഷയുടെ സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയ സംഭവം അതാണ്. ഈ ലോകത്ത് നമ്മൾ ആകെ കൊണ്ടുപോകുന്നത് എന്താണെന്നറിയാമോ? നമ്മളുടെ നന്മ പ്രവൃത്തികൾ മാത്രമാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അവരെത്രയും നല്ല പ്രവർത്തികളാണ് ഈ ലോകത്ത് ചെയ്തിരുന്നത് എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരെത്ര സമ്പാദിച്ചൂലേ, ഈ സമ്പാദ്യം മൊത്തം ഒരു കൊണ്ടുപോയില്ലേ, അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാവരും പറയും ലോകം അവസാനിക്കാറായി. സത്യം പറഞ്ഞാൽ ഒരാളുടെ മരണത്തോടെയാണ് ആ ലോകം അവസാനിച്ചു പോകുന്നത്. ഇപ്പോൾ ഞാൻ മരിച്ചു കഴിയുമ്പോഴാണ് എൻ്റെ ലോകം അവസാനിച്ച് ഈ ലോകത്തിലുള്ള ഇത് കഴിഞ്ഞു. ഈ ലോകത്തിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലമൊക്കെ കിട്ടിയിട്ട് പോണത്. അതെല്ലാം ഞാൻ എന്താ പറയുക, എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് നമ്മൾ മുസ്ലിം മതം, ഹിന്ദു, ഇതൊന്നും മതങ്ങളൊന്നും അല്ല സത്യത്തിൽ. നമ്മൾ ശരിക്കും പഠിച്ചു വരുമ്പോൾ ആരെങ്കിലും ക്രിസ്ത്യൻ മതം, ഹിന്ദു മതം, മുസ്ലിം മതം എന്ന് ഒരു പണ്ഡിതന്മാരും വിവരവും ബോധമുള്ളവർ പറയില്ല. മതങ്ങളൊന്നും അല്ല ഇത്, എല്ലാവരുടെ ദൈവം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും, ഇപ്പോൾ ക്രിസ്മസ് വന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രിസ്മസ് ആഘോഷിക്കുക, ഓണവും വിഷുവും വന്ന ഹിന്ദുക്കൾ മാത്രമല്ല ഓണവും വിഷു ആഘോഷിക്കുക. മുസ്ലിങ്ങളുടെ പെരുന്നാൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ പിന്നെ മുസ്ലിങ്ങളുടെ പെരുന്നാൾ എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ പറഞ്ഞ് ഇതായതുകൊണ്ടാട്ടോ, ബക്രീദും ഈദും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ പെരുന്നാൾ ആഘോഷിക്കുക, എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്, എല്ലാവരും ആഘോഷിക്കണം, അങ്ങനെ ആവണം. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും എല്ലാവരുടെ പെരുന്നാളുകൾക്കും എല്ലാവരെയും വിഷ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളുടെ കേരളം, നമ്മുടെ ഇന്ത്യ എല്ലാവരും കൂടി വാഴുന്നതാണ്. ഒരിക്കലും രാഷ്ട്രീയവും മതവും പണവും ഒന്നും പറഞ്ഞിട്ട് പരസ്പരം വഴക്കുണ്ടാക്കി അക്രമം ഉണ്ടാക്കരുത്. ദൈവത്തെ ഓർത്തിട്ട് ഞാനിത് പറയാൻ തന്നെ കാരണം പലരും പല ജാതിക്കാരെയും ഇങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട്. അത് പേരെടുത്ത് പറഞ്ഞാൽ ഇനിയിപ്പം ഞാൻ മതം പറഞ്ഞു ജാതി പറഞ്ഞു എന്നൊക്കെയാവും. അതുകൊണ്ട് അങ്ങനെയൊന്നും മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. എല്ലാവരും മനുഷ്യർ തന്നെയാണ്. ഇപ്പം നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഒരാൾ തല കറങ്ങി വീണാൽ അയ്യോ അത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല കേട്ടോ നമ്മൾ വെള്ളം കൊടുക്കുന്നതും അവരെ രക്ഷിക്കുന്നതും, മനുഷ്യനാണ് എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക പെരുന്നാൾ ദിനാശംസകൾ.